എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. ഈ ചാനൽ കാറ്റഗറിയിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അടുത്ത വീഡിയോ എന്നായിരുന്നു ആ ചോദ്യം. അത് 4 ഓപ്ഷൻസ് കൊടുത്തിരുന്നു: മിഷൻ യാത്രകൾ, ട്രാവൽ ആൻഡ് ഫുഡ്, കത്തോലിക്ക വിശ്വാസ സംബന്ധമായ വിഷയങ്ങൾ, സാമൂഹിക വിഷയങ്ങൾ. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയത് കത്തോലിക്ക വിശ്വാസ സംബന്ധമായ വിഷയങ്ങൾ എന്നതിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പുതിയ സെഗ്മെന്റ് നമ്മുടെ ചാനലിൽ തുടങ്ങുകയാണ്. അതിന്റെ പേര് സംശയിക്കുന്ന തോമ. നമ്മുടെ കത്തോലിക്ക വിശ്വാസ സംബന്ധമായ ചില കാര്യങ്ങൾ മതബോധന ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനുത്തരം കാണാനായിട്ടൊന്ന് ശ്രമിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ ആളുകൾ ചിലപ്പോഴൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണെച്ചാ ഈ കൈവിഷം എന്ന് പറയുന്നത്? കൈവിഷം എന്ന് പറയുന്ന ഒരു വിഷമില്ല. അതായത് ഒരാളെ വശീകരിക്കാൻ, മയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് നമ്മുടെയൊക്കെ ഭാരതീയ ചിന്തകളിൽ പറയുന്ന ഒന്നാണ് ഈ കൈവിഷം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചില ശാപവാക്കുകൾ, ചില മന്ത്രങ്ങൾ, അല്ലെങ്കിൽ ഒരാൾക്ക് ദോഷം വരാൻ വേണ്ടി പറയുന്ന ചില പ്രയോഗങ്ങൾ, ഇതിനൊക്കെയാണ് കൈവിഷം എന്ന് പറയുക. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് കൈവിഷം എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് മാജിക് ആണ്. അതിൽ ക്രൈസ്തവർ വിശ്വസിക്കുന്നില്ല. തിന്മയുടെ ശക്തികൾ ഈ ഭൂമിയിലുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 12-ാം തിരുവചനം പറയുകയാണ്: എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അപ്പോ സ്വർഗീയ ഇടങ്ങളിൽ പോലും ഈ തിന്മയുടെ ശക്തി ഉണ്ട് എന്നാണ് തിരുവചനം പറഞ്ഞു വെക്കുക. അപ്പൊ തിന്മയ്ക്ക് അതിൻ്റെ ഒരു ശക്തിയുണ്ട്. ഇനി ഈ തിന്മയുടെ ശക്തിക്ക് ഒരു മനുഷ്യന്റെ മേൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണർത്താൻ കഴിയും എന്നുള്ളതും വസ്തുതാപരമാണ്. പക്ഷെ ഈ തിന്മകളുടെ ശക്തികളെ ഈശോ മിശിഹായിലുള്ള വിശ്വാസം കൊണ്ട് ഒരു വിശ്വാസി അതിജീവിക്കണം. അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തികൾക്കുള്ള ബ്ലാക്ക് മാജിക്കുകളിൽ, നെഗറ്റീവ് എനർജികളിൽ വിശ്വാസമുണ്ടെന്ന് കരുതുന്നെങ്കിൽ അവർ ഈശോ മിശിഹായെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക. അതോടെ അത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികളും നമ്മിൽ നിന്ന് നീങ്ങിപ്പോകും.